ഹലോ അസ്സാം വലൈക്കും, എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ വിഷു എല്ലാം വരുന്നതല്ലേ, നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ. അതുമാത്രമല്ല, നമ്മൾ കൂടുതൽ വേറെ ഒരുപാട് റെസിപ്പീസ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഡെയിലി ഉണ്ടാകുന്ന കുറച്ച് സ്നാക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. നോമ്പ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. നോമ്പ് കഴിഞ്ഞ ശേഷം നമ്മൾക്ക് കിച്ചണിൽ കാണുമ്പോൾ തന്നെ ഭയങ്കര മടി വരുന്ന, ഒന്നും ചെയ്യാൻ തോന്നിക്കുന്നില്ല. പിന്നെ എന്താ ചെയ്യുക, ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കുക എന്നുള്ള ഒരു ചിന്ത ഇങ്ങനെ വന്നപ്പോഴാണ് അവക്കാഡോ വേണ്ടത്. പിന്നെ ഒന്നും നോക്കില്ല, അവക്കാഡോ എടുത്ത് കട്ട് ചെയ്ത് ഒന്ന് ചെറിയതായിട്ട് ഒന്ന് ഡയറ്റെല്ലാം നോക്കാമെന്നുള്ള ആ ഒരു തീരുമാനത്തിലെത്തിയിട്ടാണ്. അപ്പോൾ അതാ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അവക്കാഡോ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സംഭവമൊക്കെ നമുക്ക് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം. ഈ ഒരു തീരുമാനം എത്ര ദിവസം ഫോളോ ചെയ്യുമെന്നുള്ളതൊന്നും അറിയില്ല. എന്നാലും തുടങ്ങാമെന്നുള്ള ഇതിൽ ഞാനിതാ അവക്കാഡോ എല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്ത് നമുക്ക് എല്ലാം റെഡിയാക്കാം. അപ്പോൾ ഞാനിതിനായിട്ട് കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ സവാള, പിന്നെ മല്ലിയില, വേറെ എന്താ എടുത്ത് കുറച്ച് ചീസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ചീസൊന്നും അധികം നല്ലതല്ല, എങ്കിലും നമ്മളൊരു വഴിക്ക് പോകല്ലേ, കുറച്ചൊന്ന് ടേസ്റ്റോട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതും കൂടി ചെയ്തിട്ടാ. അവക്കാഡോൻ്റെ ഉള്ളിൽ നിന്ന് തോണ്ടിയെടുക്കുന്നതിനേക്കാളും നമ്മൾ അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുത്തിട്ട് ഇതുപോലെ ചെയ്യുന്നതാണ് ഒന്നും കൂടി ഈസി. അപ്പോൾ എല്ലാം റെഡിയാക്കിയ സമയത്താണ് മക്കളെല്ലാം ഉറങ്ങി എണിച്ചിട്ട് വന്നത്. പിന്നെ അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് മാറ്റി വെച്ചു. പിന്നെ മുട്ടയെടുത്ത്, മുട്ട എനിക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒഴിവാക്കിയിട്ട് വെക്കാമെന്ന്, കുറച്ച് നാളത്തേക്ക് എല്ലാം ഒന്ന് ഒഴിവാക്കി ഒന്ന് വെജിറ്റബിൾസ് മാത്രമായിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുട്ടയിലോട്ട് നമ്മളെ സംഭവം എല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് അടിച്ച് എല്ലാം കൂടി ഒരുമിച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മടി കൊണ്ട് തന്നെയാണ്. എല്ലാം മുട്ടി ഒന്നിച്ചിട്ട് ഒന്ന് പാനിലേക്ക് ഇട്ടിട്ട് അത് ഫുള്ള് ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് ഒരുപാട് ഞാൻ എളുപ്പപ്പണി ഇപ്പം നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് റെഡിയാക്കി മക്കൾക്ക് കൊടുത്തതിന് ശേഷം നമ്മുടെ അവക്കാഡോയിലേക്ക് അത് ചീസായിട്ട്, നമ്മളെ സ്പ്രെഡ് ചീസ് ഉണ്ടല്ലോ, നല്ല ലൂസായിട്ടുള്ള ആ ഒരു ചീസാണ് കേട്ടോ ഇട്ടത്. അതും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം നമ്മൾ ബ്രെഡിലോട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്ത് കഴിക്കും. അവക്കാഡോൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നാക്കി ഇത് ഇഷ്ടപ്പെടും കേട്ടോ, അല്ലാത്ത ആൾക്കൊന്നും ഇഷ്ടമില്ല. എനിക്കെന്തായാലും അവക്കാഡോ ഈ ഒരു ജ്യൂസ് ആക്കുന്നതിനേക്കാളും ഇതിങ്ങനെ തോണ്ടി കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ കഴിക്കാനും ഇഷ്ടമായതുകൊണ്ട് ഇതുപോലെ ഇടയ്ക്ക് സാലഡ്, സാൻഡ്വിച്ച് അങ്ങനെയൊക്കെ ആക്കി കഴിക്കും. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയും ഉപ്പും കുറച്ച് കൂടുതൽ തന്നെ സവാളയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ മിക്സാക്കിയത്. സവാള കുറച്ച് കൂടുതൽ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറായിട്ട് വരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ പതിവ് പണിയിലോട്ട് ഇറങ്ങി. അപ്പോൾ ഇന്ന് എനിക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനുണ്ട്, പിന്നെ കട്ട്ലറ്റും, അങ്ങനെ ചെറിയ പണികൾ മാത്രമാണ് കേട്ടോ. കൂടുതൽ സ്നാക്കൊന്നുമില്ല. നോമ്പിന് ശേഷം സ്നാക്കിൻ്റെ ഓർഡറും കുറഞ്ഞു, എല്ലാം ഒന്ന് റെസ്റ്റിലാകുന്ന പോലെ എല്ലാം കുറഞ്ഞിട്ടാണെന്നുള്ളത്. അപ്പോൾ നമ്മളിതാ ചെറുതായിട്ടൊന്ന് എല്ലാം റെഡിയാക്കി വന്നു. അപ്പോൾ ഇതൊക്കെ മസാല ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഇന്ന് കൊടുക്കാനുള്ള സ്നാക്കെല്ലാം റെഡിയാക്കി. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഉന്നക്കായും കൂടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് ഇന്നൊരു സ്പെഷ്യൽ ഓർഡറും കൂടി ഉണ്ട് കേട്ടോ. സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഞാൻ 1-2 പ്രാവശ്യം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിൻ്റെ ഓർഡറും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഉച്ചയ്ക്കുള്ള റൈസും കൂടി റെഡിയാക്കണം. അപ്പോൾ ഞാൻ ഇന്ന് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മന്തിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം റെഡിയാക്കി ഇതാ ഈ ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന മന്തി നാട്ടിൽ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നാട്ടിൽ പോയാൽ അധികം ഈ ഒരു മന്തി ഉണ്ടാക്കൽ തന്നെ. അപ്പോൾ ഞാനിവിടെ ഞാൻ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് അതെല്ലാം മസാലയും ഇട്ട് ഞാൻ ആദ്യം വിചാരിച്ച് ഇതിൻ്റെ റെസിപ്പിയൊക്കെ കറക്റ്റായിട്ട് ഇടാം, പക്ഷേ എനിക്ക് ടൈം കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഉള്ളതൊക്കെ സംഭവം ഇങ്ങനെ ഓരോന്ന് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ട് വീഡിയോ എടുക്കാത്തത് കൊണ്ടാണ് ഇത് സംഭവം മസാല എന്താണെന്നുള്ളതൊന്നും ഞാൻ പറയാത്തത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ച് ഇത് കുറച്ച് സമയമെങ്കിലും മാറ്റി വെക്കണം കേട്ടോ. പിന്നെ ഞാനിതാ റൈസൊക്കെ റെഡിയാക്കുന്നുണ്ട്. റൈസിൻ്റെത് ഏതാണെന്ന് വെച്ചാൽ നീളമുള്ള ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ എല്ലാ റൈസും കൊണ്ടും ഉണ്ടാക്കും. നമ്മൾ എടുക്കുന്ന റൈസിൻ്റെ വേവ് കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് റൈസ് കൊണ്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ചില റൈസ് ഒന്ന് കുതിർത്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഏത് റൈസ് കൊണ്ടും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഉച്ചക്കുള്ള ചോറും എല്ലാം കഴിഞ്ഞതിന് ശേഷം രാത്രിക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബട്ടർ ചിക്കനാണ് കേട്ടോ.
നല്ല ടേസ്റ്റുള്ള ബട്ടർ ചിക്കനാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഓർഡറും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മസാല ഉണ്ടാക്കുകയാണ് കേട്ടോ. ഈ ഒരു മസാല കുറച്ച് പണിയുള്ളത് തന്നെയാണ്. നല്ലോണം വറുത്ത് വഴറ്റി ഇങ്ങനെ എടുത്ത് നല്ല ഡ്രൈ ആക്കി എടുക്കണം. എന്താണെന്നല്ലേ, ഇതാ ഇറച്ചിയട ചിക്കനട എന്തെങ്കിലും പറയുന്നുണ്ട്. അപ്പോൾ ഇതാ അതൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അതും ഒന്ന് റെഡിയാക്കി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ പണി നല്ല ഹാർഡാണ് കേട്ടോ. നമ്മളൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ പുറന്തോട് ക്രിസ്പി ആയിട്ടില്ലെങ്കിലുണ്ടല്ലോ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. പെട്ടെന്ന് അത് സോഫ്റ്റ് പോലെ നളുത്ത പോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി പാക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. ചൂടെല്ലാം പോയി നല്ലോണം തണിഞ്ഞെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ ഇതുപോലെ പാക്ക് ചെയ്യാവൂ. ഇനി നമുക്കൊരു പായസം വെച്ചാലോ. അപ്പോൾ വിഷു ഒക്കെ വരുന്നതല്ലേ, വിഷു സ്പെഷ്യലായിട്ട് നല്ലൊരു പായസം, നല്ല ഹെൽത്തിയാണ് ഈ ഒരു സാധനം. ഇത് ലോട്ടസ് സീഡാണ് കേട്ടോ, താമര വിത്ത്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു പായസം വെക്കാം. ഇത് ഇങ്ങനെ കഴിക്കാനൊന്നും ടേസ്റ്റ് ഇല്ല. വറുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ കഴിക്കാൻ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് നല്ല റിച്ച് കാൽസ്യം ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ ഇതുപോലെ നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളർ മാറാനൊന്നും നിൽക്കണ്ട. ഇതിങ്ങനെ തൊടുന്ന സമയത്ത് പൊടിഞ്ഞു വരണം. അതാണ് കേട്ടോ ഇതിൻ്റെ പാകം. ഈ പൊരി ഉണ്ടല്ലോ അതിൻ്റെ സെയിം ടേസ്റ്റാണ് കേട്ടോ ഇതിനും വരുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായി വറുത്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് പൊടിക്കുന്നില്ല, പകുതിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ പകുതി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് റോസ് പെറ്റൽസാണ് ചേർക്കുന്നത്. റോസ് പെറ്റൽസ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ സാഫ്രോൺ ഇട്ടാലും മതി കേട്ടോ. പിന്നെ ഇതിലോട്ട് കുറച്ച് കാഷ്യൂനട്ടും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 10 പീസോളം കാഷ്യൂനട്ടും കൂടി ചേർത്തിട്ടാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത്. അതാ പൊടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇത്തിരി പൊടിഞ്ഞാൽ മതി. ഇനി ഒരു പാനിലോട്ട് കുറച്ചൊന്ന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മിൽമയുടെ നെയ്യാണ് ഞാൻ യൂസ് ആക്കുന്നത്. അതിലോട്ട് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് വറുത്ത് അതിൻ്റെ കളറ് മാറണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ മുന്തിരി ചേർക്കുന്നത്, അല്ലെങ്കിൽ അത് കരിഞ്ഞ പോലെ ആവും. അപ്പോൾ ആദ്യം നമ്മളൊന്ന് കാഷ്യൂനട്ട് ചെറുതായിട്ടൊന്ന് കളറ് മാറുന്നവരെ വറുത്തെടുക്കാം. അപ്പോൾ കാഷ്യൂനട്ടും മുന്തിരിയും എല്ലാം നന്നായി ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കിതിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇനി ഇതേ പാനിലോട്ട് നമ്മൾക്ക് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ 3 ഗ്ലാസ് പാലാണ് ഞാനിവിടെ യൂസ് ആക്കിയത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. നല്ലോണം ചൂടായ സമയത്ത് നമുക്ക് മാറ്റി വെച്ച ഒരു സീഡ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനെ മക്കാൻ എന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ലോണം തിളച്ച് അത് റെഡി ആയിട്ടുണ്ട്. ഒരു തിള തന്നെ മതി കേട്ടോ ഇത് വെന്ത് കിട്ടാൻ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ച ഈ ഒരു സീഡിൻ്റെ ഇതുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. നമ്മൾ ഇതിലോട്ട് റോസിൻ്റെ പെറ്റൽസൊക്കെ ചേർത്ത് പിന്നെ അതുപോലെ കാഷ്യൂനട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സീഡും എല്ലാം കൂടി വരുമ്പോൾ അടിപൊളി സ്മെല്ലാണ്. നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഒരു പായസം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയ സൈഡുകളിലൊക്കെ ഇത് റെഡിയാക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് വെക്കുന്നതോറും കുറുകി വരും. നമ്മൾ നല്ലോണം കുറുകിയിട്ട് ടൈറ്റായിട്ട് വരില്ല. നമ്മൾ കാഷ്യൂനട്ട് എത്രമാത്രം ചേർക്കുന്ന അതിനനുസരിച്ചിട്ടാണ് കുറുകി വരുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കപ്പൊടിയും ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കിയെടുക്കാം. അപ്പോൾ നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ കാഷ്യൂനട്ടും മുന്തിരിയും എല്ലാം ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കിയെടുക്കാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ചൊരു ഉപ്പും കൂടി വേണം തോന്നി. ഉപ്പിൻ്റെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടുതലൊന്നും ചേർക്കേണ്ട, ഒരു പിഞ്ചോളം ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വെക്കും തോറും നല്ല കുറുകി വരും കേട്ടോ. നമ്മൾ ഇതിലോട്ട് കാഷ്യൂനട്ട് മാത്രമാണ് കുറുകാനുള്ള ഇതായിട്ട് ഇട്ടത്. നമുക്ക് വേണമെങ്കിൽ ഇതിന് സാബൂനരിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു പായസമാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണം. ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.